ഹലോ ഗായ്സ്, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. അതിനായിട്ടൊരു പാത്രം എടുത്ത് ആ പാത്രത്തിൽ ചിക്കൻ എടുത്ത് വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള സവോള, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, ഇഞ്ചി, കറിവേപ്പില എല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിനകത്തോട്ട് അരക്കാനുള്ള സാധനങ്ങൾ മാത്രം എടുക്കാം. അതായത് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, പച്ചമുളക്, വേപ്പില, സവോള, 2 കൊച്ചുള്ളി ഇടുന്നുണ്ട് നമ്മൾ. ഇതിനകത്തോട്ട് നമ്മൾ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മസാലകളും, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലക്കൂട്ടുകൾ എല്ലാം നമ്മൾ ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാല എല്ലാം എടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ചിക്കനിൽ നന്നായിട്ട് ചേർത്ത് പിടിപ്പിക്കണം. ചേർത്ത് പിടിപ്പിക്കുമ്പോൾ കുറച്ച് നാരങ്ങാനീര് കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ ചേർത്ത് പിടിപ്പിച്ച് വെക്കുന്നത്. ചിക്കൻ ഇനി കുറച്ച് നേരത്തേട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. പുരട്ടി വെച്ചതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തുകൊണ്ടാണ് ചിക്കൻ വറുക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു ചട്ടി എടുത്ത് എണ്ണ ഒഴിച്ച് നമ്മൾ ചിക്കൻ നല്ല രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. നമുക്കിനി ചിക്കൻ കറിയുടെ ഗ്രേവി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച്, കോക്കനട്ട് ഓയിലാണ്, അതിനകത്തോട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാട്ടോ മൂപ്പിച്ചെടുക്കുന്നത്. നല്ല രീതിയിൽ ഇത് മൂപ്പിച്ചൊരു ഗോൾഡൻ കളറിലോട്ട് മാറണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് സവോള ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ കറിക്ക് നമ്മൾ സവോള ഇടുന്നത് കൂടാണ്ട് കുറച്ച് കൊച്ചുള്ളി കൂടി ചേർക്കുന്നുണ്ട്. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. നല്ല രീതിയിൽ ഇതൊന്ന് മൂത്ത് വരണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ സവോള ഇട്ടപ്പോൾ തന്നെ അതൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ആവശ്യമെങ്കിൽ നമുക്ക് പിന്നീട് ആഡ് ചെയ്യാം. ഇതിനകത്തോട്ട് പച്ചമുളക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് വഴറ്റി വരണം. അതിന് വേണ്ടി നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. അതുകൂടാണ്ട് നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം നമ്മൾ വട്ടത്തിൽ അരിഞ്ഞാണ് ഇടുന്നത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കൂട്ടുപൊടികളും ഇതിനകത്ത് ചേർക്കാം. അതായത് മസാലക്കൂട്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് നല്ല രീതിയിൽ മൂത്ത് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ തുടക്കത്തിൽ ചിക്കൻ വറുത്ത ടൈമിൽ ചിക്കൻ വറുത്ത് മാറ്റിയതിൻ്റെ ബാക്കി എണ്ണ ഇരിപ്പുണ്ട്. അത് നമ്മൾ ഇതിനകത്തോട്ട് മുഴുവൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അത് കൂടാണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മുടെ ഗ്രേവി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് വറുത്ത് വെച്ച ചിക്കൻ എല്ലാം നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് 2 കറിവേപ്പില കൂടി വെച്ചതിന് ശേഷം ഇത് അടച്ച് വെക്കാം. ഇനി നമുക്കൊരു വാഴയിലയിൽ ചോറും ചിക്കൻ കറിയും കരിമീൻ കറിയും കരിമീൻ അച്ചാറും നാരങ്ങ അച്ചാറും തോരനും കൂടി കൂട്ടി നമുക്ക് നല്ലൊരു ചോറ് കഴിക്കാം.